കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന വാർഡുകളിൽ ഒന്നാണ് 19. തുടർച്ചയായ 2 തവണ കൗൺസിലറായ ഭാനുമതി ടീച്ചറാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. ആദ്യ തവണ സ്വതന്ത്രയായി വിജയിച്ച വാർഡിലാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി അവർ വന്നിരിക്കുന്നത്. പുതുമുഖമായ ലിൻസി ജോഷിയാണ് ഭാനുമതി ടീച്ചറിനെ നേരിടുന്ന LDFന്റെ സ്ഥാനാർത്ഥി. കോതമംഗലം ടൗണിന്റെ ഭാഗമായ അങ്ങാടിയാണ് 19-ാം വാർഡ്. ഇവിടെ 2 തലമുറകൾ തമ്മിലാണ് പ്രധാന പോരാട്ടം. 2 തവണ കൗൺസിലറായ ഭാനുമതി ടീച്ചറാണ് UDFന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ പുതുമുഖമായ ലിൻസി ജോഷിയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. 2 പേരും വാർഡിനെ അടുത്തറിയുന്നവർ. ഇരുവരുടെയും പ്രചരണം ആവേശത്തോടെ മുന്നേറുകയാണ്. 2015-ൽ ഭാനുമതി ടീച്ചറായിരുന്നു ഇവിടുത്തെ കൗൺസിലർ. അന്ന് ഇരുമുന്നണികളുടേതുൾപ്പെടെ 4 സ്ഥാനാർത്ഥികളെ പിന്തള്ളിയാണ് ഭാനുമതി ടീച്ചർ വിജയം കൊയ്തത്. കോൺഗ്രസിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കാതെ വന്നപ്പോഴാണ് സ്വതന്ത്രയായത്. വിജയത്തിനു ശേഷം അവർ കോൺഗ്രസിന്റെ ഭാഗമാവുകയും ചെയ്തു. പിന്നീട് 2020-ൽ 14-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ഇത്തവണ വീണ്ടും വനിതാ സംവരണമായപ്പോഴാണ് അങ്ങാടി വാർഡിൽ അവർ തിരിച്ചെത്തിയത്. മുമ്പ് കൗൺസിലറായിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളിലൂന്നിയാണ് ഭാനുമതി ടീച്ചറിന്റെ പ്രചരണം. സ്വതന്ത്രയായി നിന്നപ്പോൾ ചേർത്ത് പിടിച്ച വോട്ടർമാർ തന്നെ ഇത്തവണയും കൈവിടില്ലെന്നാണ് ഭാനുമതി ടീച്ചറിന്റെ പ്രതീക്ഷ. ഇതോടൊപ്പം ഈ 5 വർഷം UDF കൗൺസിലർ നടത്തിയ വികസന പ്രവർത്തനവും അനുകൂലമാകുമെന്നും ഭാനുമതി ടീച്ചർ പറഞ്ഞു. ഞാൻ അവിടെ ജയിച്ചു വന്നപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വാർഡിൻ്റെ ഗതി എന്ന് വെച്ചാൽ വളരെ ദുർബലമായ ഒരു രീതിയായിരുന്നു. കാരണം TB കുന്നിൽ നിന്ന് വളരെ മലിനജലം റോട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം. അതുകൂടാതെ മലിനജലം എന്ന് പറയുമ്പോൾ പാത്രം കഴുകുന്ന ജലങ്ങൾ അല്ലെങ്കിൽ മറ്റ് മലിനജലങ്ങൾ തുണി അലക്കുന്നത് അടുക്കളയിലെല്ലാം ഇറങ്ങി വന്നത് ഇറങ്ങി റോട്ടിലേക്ക് വരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഞാൻ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു, ഞാനിവിടെ ജയിച്ചു വന്നാൽ, നിങ്ങൾ എന്നെ ജയിപ്പിച്ചു എന്നാൽ ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് എന്ന കൗൺസിലർ അതിനു വേണ്ടുന്ന വീണ്ടും വികസന പ്രവർത്തനങ്ങളിൽ ഉൾക്കൊണ്ടു. റോഡുകളെല്ലാം പോയി കിടക്കുകയായിരുന്നു. റോഡുകൾക്ക് ഐറിഷ് ചാനൽ ഇട്ടുകൊണ്ട് തന്നെ വീതി കൊടുത്തു. നല്ല രീതിയിൽ പോയി. ധാരാളം വീടുകൾ മെയിൻ്റനൻസിനായിട്ടും അതുമല്ല വീടുകൾ കൊടുക്കുന്നതും വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാനുമതി ടീച്ചറെ നേരിടാൻ LDF നിയോഗിച്ചിരിക്കുന്നത് യുവമുഖത്തെയാണ്, ലിൻസി ജോഷി. പൊതുരംഗത്തും മാധ്യമപ്രവർത്തന രംഗത്തും അറിയപ്പെടുന്ന ജോഷി അറക്കലിന്റെ ഭാര്യയാണ് ലിൻസി. വാർഡിൽ ഇരുവർക്കുമുള്ള വ്യക്തിബന്ധവും LDFന്റെ പരമ്പരാഗത വോട്ടുകളും ലിൻസിക്ക് അനുകൂലമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ൽ നഷ്ടപ്പെട്ടുപോയ വാർഡ് ഇത്തവണ പിടിച്ചെടുക്കുമെന്നാണ് LDFന്റെ അവകാശവാദം. പ്രചരണ രംഗത്ത് മേൽക്കൈ നേടാൻ ലിൻസി ജോഷിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 10 വർഷം UDFന്റെ കൈവശമായിരുന്ന വാർഡിലെ പോരായ്മകൾ ഉയർത്തിക്കാട്ടുകയാണ് LDF. വാർഡിനെ പരിപാലിക്കുന്നതിൽ UDF കൗൺസിലർമാർ പരാജയമായിരുന്നു. കന്നി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ലിൻസി. ഞങ്ങൾ 2-3 പ്രാവശ്യം വീടുകളിലൊക്കെ കയറി ജയിക്കുമെന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്നും. പിന്നെ പോയ വീടുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് നമ്മുടെ വാർഡുകളിൽ ഒരു ഭാഗികമായിട്ടാണ് വികസനം നടന്നിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർ ചെന്ന് കഴിയുമ്പോൾ വഴിയില്ലാത്ത പ്രശ്നങ്ങളും കുടിവെള്ളം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും വഴിവിളക്കില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും എന്നോട് പറഞ്ഞു. ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാക്കിയിരിക്കും. കഴിഞ്ഞ 10 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരുന്നതാണ് നമ്മുടെ വാർഡ്.
അതിനു മുമ്പ് LDF ആയിരുന്നു. ഈ പ്രാവശ്യം LDF തിരിച്ചു പിടിക്കും. ആ ഒരു ഉറപ്പ് ജനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഓരോ വാർഡുകളിൽ ചെല്ലുമ്പോഴും ആൾക്കാരുടെ എല്ലാവരും പറയുന്ന ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഇത്തവണ വിജയിക്കുന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഭാനുമതി ടീച്ചർ, ലിൻസി ജോഷി എന്നിവർക്കൊപ്പം NDA സ്ഥാനാർത്ഥിയായി രമ്യ ഹരീഷും രംഗത്തുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.